اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ആഗോള മുസൽമാൻ്റെ ഹൃദയാന്തർഭാഗത്ത് ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആന്തോളനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഓരോ ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വരുമ്പോഴും ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ചില പേരുകളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മഹദിയാകുന്ന ഹാജറ ബീവി, അവരുടെ ജീവിതത്തിലെ ത്യാഗസ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് പരിശുദ്ധമായ ബലിപെരുന്നാൾ വിശ്വാസികളിലേക്ക് കടന്നു വരുന്നത്. ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അവൻ്റെ തൃപ്തി ലഭിച്ച, അവൻ്റെ കബൂലിയത്തുള്ള ആളുകളെ അല്ലാഹു തആല വല്ലാതെ പരീക്ഷിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചില്ല, നബിയെ, എനിക്ക് അങ്ങയെ വല്ലാതെ ഇഷ്ടമാണ്. അള്ളാഹിൻ്റെ പ്രവാചകർ പറഞ്ഞു, എങ്കിൽ പരീക്ഷണത്തിന് തയ്യാറാവുക. കാരണം മഹബത്തിൻ്റെ വഴി അത് പരീക്ഷണവേദിയാണ്, റിളയുടെ വഴി അത് പരീക്ഷണവേദിയാണ്, കബൂലിയത്തിൻ്റെ വഴി അതൊരു പരീക്ഷണവേദിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹബത്തും അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ കബൂലിയത്തും എത്രമാത്രം ഒരു മനുഷ്യരിലേക്ക് വന്നിട്ടുണ്ടോ അവൻ ലാഹിറും ബാത്തിനുമായ നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിച്ച മഹാനാണ്. നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സംഭവം നമ്മൾക്കൊക്കെ സുപരിചിതമാണ്. വലിയ വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു മൂടിയ ഒരാളാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ അവിടെ ഒന്നും ചിതറാതെ, അവിടെ ഒന്നും പതറാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ വിധി എന്താണ്, അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള തുമഅനീനത്തിൻ്റെ മനസ്സുമായിട്ടാണ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചത്. ഒരുപാട് കാലം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹാജറ ബീവിക്കും മക്കളുണ്ടായിട്ടില്ല. ഒരു വാർദ്ധക്യ സമയത്താണ് തൻ്റെ ഹൃദയഭാജനമാകുന്ന പൊന്നാര മോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യണത്, ജനിക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് കിട്ടിയ ആ സന്തോഷം മാറുന്നതിൻ്റെ മുമ്പേ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായ സ്വപ്നങ്ങൾ വരികയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊന്നുമോൻ എന്ത് ചെയ്യണം, ബലിയർപ്പിക്കണം. 2-3 തവണ അത് ആവർത്തിച്ച് വന്നപ്പോൾ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനക്ക് മനസ്സിലായി, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്, ഒരിക്കലും ശൈത്താന്റെ ഭാഗത്തു നിന്ന് വരുന്ന സ്വപ്നങ്ങളല്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന ഒരു സന്ദേശം കിട്ടിയപ്പോൾ പിന്നെ അതിൽ അദ്ദേഹത്തിന് യാതൊരു വിഷമമുണ്ടായില്ല. താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഒരായുധവുമായി ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയും കൂട്ടി അറുക്കാൻ വേണ്ടി തയ്യാറായ സംഭവം പരിശുദ്ധമായ ഖുർആൻ സൂറത്തു സ്വാഫാത്തിലൊക്കെ വളരെ വ്യക്തമായി തന്നെ വിഷയങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ മകനെ അറുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ മുഖത്ത് നോക്കി സങ്കടം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ഉപ്പ, എന്താ നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമം? ഉപ്പ പറയുന്നു, പൊന്നുമോനെ, നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ സന്ദേശം.
മകൻ പറയുന്നു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശമല്ലേ, നിങ്ങൾ എന്തിനു മടിക്കണം, നിങ്ങളതിന് തയ്യാറാവണം, ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് നിങ്ങൾ തെളിയിക്കണമെന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് അറുക്കാൻ തയ്യാറായപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വിളിയാളം വന്നു, ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയെ, നിങ്ങൾ കണ്ട സ്വപ്നമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിങ്ങൾ ആ ഒരു സന്നാഹം, ആ ഒരു തീരുമാനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ മകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു. അതിന് പകരമായി നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ ആടിനെ അറുക്കുക എന്ന് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദിവ്യ സന്ദേശം വരികയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക യുഗത്തിൽ എൻ്റെ കാരണവന്മാരൊക്കെ ഓരോ ഇബ്രാഹീമികളാകണം. അവരൊക്കെ ഓരോ ഇബ്രാഹീമികളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോട്ടമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാതെ അതിൽ വേറൊന്നും കാണാൻ പാടില്ല. താൻ ഏറെ സ്നേഹിച്ച, ഏറെ കൊതിച്ചുണ്ടായ പുന്നാര മോനെ അറുക്കാൻ തയ്യാറായ ഇബ്രാഹീമിൻ്റെ മനസ്സായിരിക്കണം ഓരോ പിതാക്കന്മാർക്കും ഉണ്ടാവേണ്ടത്. തന്നെ അറുക്കാൻ വേണ്ടി തയ്യാറായ സമയത്ത് വാപ്പയുടെ കൈവിറച്ചപ്പോൾ എന്തിനാ ഉപ്പ നിങ്ങൾ പതറുന്നത് എന്ന് മുഖത്തു നോക്കി പറഞ്ഞ് ഉപ്പാക്ക് ധൈര്യം നൽകിയ ഒരു മകനായിരിക്കണം നമ്മുടെ മക്കൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും മക്കയിലെ മൊട്ടക്കുന്നിൽ കൊണ്ടുപോയി ഒറ്റയ്ക്ക് അവിടെ കൊണ്ടുപോയി ആക്കുകയാണ്. ഒരു പക്ഷി പോലും അതിലൂടെ പറക്കുന്നില്ല. പക്ഷി പോലും പറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്താണ് പക്ഷികൾ പറക്കുള്ളൂ. മക്ക എന്ന് പറയുന്ന ആ മൊട്ടക്കുന്നിൽ, ആ മരുഭൂമിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയതമയാകുന്ന ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി എന്ന പൊന്നുമോനെയും അവിടെ ആക്കിയ സന്ദർഭം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അവരോടൊന്നും പറയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയെയും മകനെയും അവിടെ ആക്കി ഒന്നും പറയാതെ തിരിച്ചു പോരുമ്പോൾ ബേക്കിൽ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, അല്ല നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോഴും ഇബ്രാഹിം നബി ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാൻ കഴിയുന്നില്ല. തിരിച്ചു പോകുന്ന സമയത്ത് ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം കാരണമായിട്ടാണോ, അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടാണോ നിങ്ങൾ എന്നെയും മകനെയും ഇവിടെ ആക്കി പോകുമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനൊന്നും ഇങ്ങനെ സമ്മതം മൂളി. മഹദി പതറിയില്ല, എനിക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ട്, അള്ളാഹുവിൻ്റെ മാലാക്കമാരുടെ ചിറകിൻ്റെ അടിയിലാണ് ഞാൻ എന്ന ഉത്തമ ബോധ്യം മഹദിയാകുന്ന ഹാജറ ബീബി റളിയല്ലാഹു അൻഹക്കുണ്ട്. പക്ഷേ തൻ്റെ പുന്നാരമോൻ വെള്ളം കിട്ടാതെ ഉമ്മയുടെ മുലയിൽ പാലില്ല, വെള്ളം കിട്ടാതെ കരയുന്ന സമയത്ത് മഹദിയാകുന്ന ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ആ വെള്ളത്തിന് വേണ്ടി സഫയിൽ നിന്നും മറുവയിലേക്കും, മറുവയിൽ നിന്നും തിരിച്ച് സഫയിലേക്കും ഓടിയ 7 ഓട്ടം. ആ 7 ഓട്ടം അതിനുശേഷം ആ കുട്ടിയുടെ കാലിൻ്റെ അടിയിൽ നിന്ന് സുന്ദരമായ സംസം അങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. സുന്ദരമായ സംസം ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ, വെള്ളം അമിതമായപ്പോൾ സംസം നീ അടങ്ങി എന്ന് പറയുന്ന ആ പേരാണ് ഇന്നും ആ വെള്ളത്തിന്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇന്നും കുടിക്കുന്ന സുന്ദരമായ അമൃതാകുന്ന ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സംസം എന്ന് പറയുന്ന വെള്ളം, അത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാൽപാദത്തിൻ്റെ അടിയിലാണ് ആ വെള്ളം ഉണ്ടായത്. മഹദിയാകുന്ന ഹാജറ ബീബി റളിയല്ലാഹു അൻഹ തൻ്റെ പുന്നാര മകന് വെള്ളത്തിന് വേണ്ടി ആ ഓടിയ ഓട്ടം അത് ഇന്നും ഹജ്ജാജികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഅയ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ VVIP ഫാമിലി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മഹദിയാകുന്ന ഹാജറ ബീവി. ഒരാൾക്ക് ഒരു യഥാർത്ഥ മനുഷ്യനാകണോ, ഒരു പിതാവിനക്ക് ഒരു യഥാർത്ഥ മനുഷ്യനാകണോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റുക. ഒരു കുട്ടിക്ക് ഒരു വലതുൻ സ്വാലിഹ്, ഒരു സ്വാലിഹായ സന്താനമാകണോ, അവനൊരു ഇസ്മായിൽ നബിയാകുന്ന കുട്ടിയാവുക. ഒരു സഹോദരിക്ക്, ഒരു ഉമ്മാക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയായി മാറണോ, ഹാജറ ബീവിയാവുക. ലോകത്തിലെ ഏറ്റവും വലിയ VVIP ഫാമിലി.
ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ഇന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹിമ വബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ. എല്ലാ നിസ്കാരത്തിലും ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹജ്ജാജികളും, ഹജ്ജിന് പോകുന്ന ആളുകളും, ഉംറക്ക് പോകുന്ന ആളുകളും, തവാഫ് ചെയ്യുന്ന ആളുകളും ഇസ്മായിൽ നബിന്റെ പേര് പറയാത്ത ഒരു കർമ്മം ഏതാണ് അവിടെ ഉള്ളത്? ആ പേര് ഓർക്കാത്തൊരു കർമ്മം ഏതാണുള്ളത്? ഓരോ ആളുകളും സഅയ് ചെയ്യുമ്പോൾ ആ സഅയിലൊക്കെ ഹാജറ ബീവിയുടെ ആ ത്യാഗനിർഭരമായ ജീവിതമല്ല അവരുടെ മനസ്സിൽ നടക്കുന്നത്. അവർ വഫാത്തായിട്ട് കാലങ്ങൾ എത്രയായി? ഒരു മനുഷ്യനെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടാൽ ആ സ്മരണകൾ മറ്റ് ആളുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമെന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഈ ബലിപെരുന്നാളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളൊരു യഥാർത്ഥ ഇബ്രാഹിം ആവണം അലൈഹിസ്സലാം, ഒരു യഥാർത്ഥ ഇസ്മായിൽ ആകണം അലൈഹിസ്സലാം, ഒരു യഥാർത്ഥ ഹാജറയാകണം റളിയല്ലാഹു അൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ത്യാഗനിർഭരമായ ജീവിതങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും അത് അവനെ അവലംബമാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടുകൂടെ ഓരോ പെരുന്നാൾ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ അതിന് കഴിവില്ലാത്ത പാവങ്ങളാകുന്ന ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും ജീവിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എങ്കിൽ ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. അതുകൊണ്ട് ചുറ്റുഭാഗത്തുള്ള വിശ്വാസികളിൽ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വിടർത്തി കൊടുക്കണം. അതാവട്ടെ എൻ്റെ പെരുന്നാളിൻ്റെ സന്ദേശം. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.